എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡാണ്, ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോകും. യെസ്, വെല്ലുവിളി എന്തെങ്കിലും ഉണ്ടോ? വെല്ലുവിളി ഇല്ലാത്ത കിഴി എപ്പിസോഡോ? ചെറുക്കൻ ടൈല് എടുത്തേക്കാം. വിളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അല്ല, വിളിച്ചാൽ കൂടെ പോരുന്ന ഒരൊറ്റ സംഭവം ഉള്ളൂ, ടൈല്. അല്ല, അത് ശരി കേട്ടോ, വേറെ എന്ത് വിളിച്ചിട്ട് കാര്യമില്ല. അത് ശരിയാ. D51 ധനുഷിന്റെ 51ാമത്തെ സിനിമ. ഓക്കെ, സിനിമയുടെ ടൈറ്റിൽ ധാരാവി എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓ, നമ്മുടെ മറ്റേ ധാരാവി. യെസ്, ശേഖർ കമ്മുല. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോടാ? പിന്നെ കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അണ്ണാ, സിനിമ ഡയറക്ട് ചെയ്യുന്ന ശേഖർ കമ്മുലയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ഗുരുവായൂർ അമ്പല നടയിൽ. നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ 5th ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പൃഥ്വിരാജാണ് നായകൻ, ബേസിൽ ജോസഫ് മറ്റൊരു നായകൻ, അനശ്വര രാജൻ മറ്റൊരു നായിക, നടി, പിന്നെ നിഖില വിമൻ മറ്റൊരു നടി, പിന്നെ നമ്മുടെ യോഗി ബാബു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അതായത് മലയാളത്തിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ. വിപിൻ ദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും അടുത്ത ഷെഡ്യൂൾ തുടങ്ങി. യെസ്, ഓക്കെ, പൊളിച്ചടുക്കൂ. ജയ 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 ഹേ എന്ന സിനിമയെ പോലെ തന്നെ ഒരു കിടിലൻ സാധനം തന്നെ വരട്ടല്ലേ. യെസ്, ഓജി പവൻ കല്യാൺ നായകനാവുന്ന സിനിമ. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. യെസ്, സിനിമയുടെ റിലീസ് സെപ്റ്റംബർ 27 പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് ഒന്നും വേണ്ട, കൺഫേം ആക്കിയോ. നല്ല സൂപ്പർ ദിവസം അത്, സെപ്റ്റംബർ 27. നിന്റെ ജന്മദിനം? അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിനക്ക് അപ്പൊ തന്നെ മനസ്സിലായില്ലേ? നല്ല ദിവസം, സൂപ്പർ ഡേ ആണ്. നിന്റെ ബർത്ത്ഡേ അല്ലാതെ പിന്നെ കൺഫേം ആക്കിക്കോ. ചിലരുടെ ബർത്ത്ഡേ ഉണ്ട് ഡിസംബർ 6. വളരെ മോശം. അടുത്ത കിഴി ദ ഗോഡ് ലൈഫ്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്റെ പിറകെ കൂടിയിരിക്കുകയാണ്. ഗോഡ് ലൈഫിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് മലയാളത്തിൽ എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. പിന്നെ കന്നഡ ആരാന്നറിയോ? ഹോംബാലെ. അവർ തമ്മിലുള്ള പറയേണ്ട ആവശ്യമില്ല, സെറ്റായിട്ടുണ്ട്. പിന്നെ തമിഴില് റെഡ് ജയന്റ് സെറ്റ്. പിന്നെ നോർത്ത് ഇന്ത്യയില് AA ഫിലിംസ്. പിന്നെ തെലുങ്കില് മൈത്രി മൂവി മേക്കേഴ്സ്. മൈത്രി മൂവി മേക്കേഴ്സ് ഒരുപാട് മലയാള സിനിമ ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഹോംബാലെ ഉണ്ടല്ലോ. ഹോംബാലെ കുറവാണ്, പക്ഷെ മൈത്രി കുറച്ച് കൂടുതലാണ്. ആണല്ലേ? ഓക്കെ, പ്രൊഡക്ഷനിൽ വരെ ഉണ്ട്. നീ ഗോഡ് ലൈഫും കൊണ്ട് വരൂലേ? എന്നാ ഞാൻ തഗ് ലൈഫും കൊണ്ട് വരും. അത്രേ ഉള്ളൂ. ഉലകനായകൻ ഉലകനായകൻ കമൽഹാസൻ നായകനാവുന്ന സിനിമ. ജയൻ രവി, DQ, തൃഷ, പിന്നെ ആരായിരുന്നു മറന്നുപോയി, വേറെ ആരൊക്കെയാണെന്ന് പറഞ്ഞു. കാർത്തിക്, ഗൗതം കാർത്തിക്. സിനിമയുടെ 5 ദിവസത്തെ ഷെഡ്യൂള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താ? പിന്നൊന്നുമില്ല. അടുത്ത കിഴി എടുത്ത് വായിക്ക്. പേടിച്ചു പോയി ചെക്കൻ. പുഷ്പ 2 ആര് മേടിച്ചത്? ഞാൻ, അല്ലാണ്ട് പിന്നെ ആര് മേടിക്കാൻ? പുഷ്പ 2ന്റെ ലൊക്കേഷൻ സ്റ്റിൽ ലീക്ക് ആയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെഡ്യൂളിൽ അത് നമ്മുടെ അല്ലു അർജുൻ്റെ ആ ലുക്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ലുക്കിൽ വന്നില്ലേ, സാരി കൊടുത്തിട്ടുള്ള അർദ്ധനാരീശ്വരനാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഒരു ഇതിന്റെ ഒരു എന്തോ റെഫറൻസ് ആണ് ദേവിയുടെ. അപ്പോൾ ആ ലുക്കിൽ ആള് വരുന്ന പോർഷൻ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ്, അത് ലീക്കായിട്ടുണ്ട്. ലൊക്കേഷൻ പിക്ക് എവിടുന്ന് എങ്ങനെയോ ഒപ്പിച്ചെടുത്ത ഫോട്ടോയാണ് കേട്ടോ. അത്ര റിസ്ക് എടുത്തിട്ടുണ്ട് ആള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അത്ര എല്ലായിടത്തും അത്യാവശ്യം ലീക്ക് ആയിട്ടുണ്ട്, പ്രചരിച്ചു. അടുത്തത് SSMB 30. മാറിപ്പോയി, പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയില്ലേ? പക്ഷെ അങ്ങനെ മോശം എന്ന് വിചാരിക്കൊന്നും വേണ്ട. സിനിമേന്റെ ഡയറക്റ്റ് ചെയ്യുന്നത് ത്രിവിക്രം ആയിരിക്കും. ഓക്കെ, ത്രിവിക്രം SSMB മൂവി.
അത് ഷൂട്ട് എന്തെങ്കിലും ഇല്ല വന്നിട്ടില്ല, കാര്യങ്ങളൊന്നുമില്ല, ഇല്ല ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്യുന്നത് ത്രിവിക്രം ആയിരിക്കും എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ, അടുത്തത് മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ സെക്കൻഡ് പാർട്ട് അത് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ 2ാം ഭാഗം കൺഫേം ചെയ്തിരിക്കുന്നത് ഷിബു ബേബി ജോൺ ആണോ. അത് ആള് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ആള് പറഞ്ഞതാണ് 2ാം ഭാഗം എന്തായാലും ഉണ്ടാവുന്നത്. 2ാം ഭാഗം വരികയാണെങ്കിൽ വലിയൊരു സംഭവമായിട്ട് തന്നെ വരൂലേ, കാരണം അതിൻ്റെ ലാസ്റ്റ് ഭാഗം അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെയാണോ കുറ്റം കുറവ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ടൊരു ഇതായിട്ട് വരിക, മനസ്സിലാക്കി വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും വരട്ടെ, നമ്മളെന്തായാലും 2ാം ഭാഗത്തിന് വെയിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അതെന്തായാലും ചെയ്യും. അതെ, പിന്നെ നമ്മുടെ LJP ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ലാലേട്ടൻ ഇതിൽ വരുന്നപ്പോൾ ആളുടെ ഒരു ഇത് കൊടുത്തിരുന്നല്ലോ, ഈ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള രീതിയിലൊന്നല്ല കൊടുത്തത്. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്നായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട് ആള്. ഒരു അടിപ്പട നായകനല്ല മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ. First you take out that idea from your head. He's a world class actor born in our language. So that is why we say that മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. അപ്പൊ അത് ചുമ്മാ അടിപ്പടം എടുക്കാനായിട്ട് പ്രസന്റ് ചെയ്ത ഒരു കാര്യമല്ല. So we believe what you've done. ഓക്കെ, സംഭവം വ്യക്തമാണ്. അങ്ങനെ നീ കരുതിയിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെ മനസ്സിൽ തോന്നിയില്ല കേട്ടോ. അത് ഒരു മാസ് അല്ലെങ്കിൽ ഒരു അടിപ്പടം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒരിക്കലും നമ്മളത് വിചാരിച്ചിട്ട് പോലുമില്ല. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് അടിപ്പടമായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അടി അല്ലെങ്കിൽ ഫൈറ്റ് ഉള്ള സിനിമകളായിരിക്കും. അതൊക്കെ വെറുതെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാവായിരിക്കും. അത് ശരിയാ, നിങ്ങൾ എന്തിനാ ഈ ക്യാപ്ഷൻ കൊടുത്തതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നിട്ടുണ്ടായേക്കാം, അതുകൊണ്ടായിരിക്കും. അടുത്തത് ഭ്രമയുഗം സിനിമയുടെ UK യൂറോപ്പ് ഡിസ്ട്രിബ്യൂഷൻ, 4 സീസൺസ് ക്രിയേഷൻ. ഓക്കെ, സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറും 20 മിനിറ്റും ആയിരിക്കും കേട്ടോ. ഓക്കെ, സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് സെൻസറിങ് കഴിഞ്ഞപ്പോൾ അടുത്ത കിഴി അല്ല US സർട്ടിഫിക്കറ്റ്. ഈ ബ്ലഡൊക്കെ കുറച്ച് നമ്മളിപ്പോ ഒരു സംശയമാണ്, ഈ ബ്ലഡിന്റെ കളർ അല്ലാതെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇടുമ്പോൾ ശരിക്കത് സെൻസറിങ്ങിന്റെ ഭാഗമായിട്ട് അതായത് കൂടുതൽ ബ്ലഡ് കാണിച്ചു എന്നുള്ള ഒരു നെഗറ്റീവ് ചെയ്തിട്ട് അതിന് സർട്ടിഫിക്കറ്റ് മാറി വരുമോ? അങ്ങനൊന്നുമില്ലല്ലോ, ഒന്ന് ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ അതുപോലെ എല്ലാം വരും. പക്ഷെ ഈ ബ്ലഡിന്റെ സംഭവം അത് കുറച്ച് കൂടുതലായാൽ തന്നെ A സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ UA സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് വയലൻസ് കൂടുതലായിട്ടുള്ള രീതിയിൽ അത് പരിഗണിക്കും. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലേ അത് ബ്ലഡായിട്ട് തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ്. പിന്നെന്താ, അങ്ങനെ തന്നെ പരിഗണിക്കുള്ളൂ. ഇവിടെ ബ്ലഡിന്റെ കാര്യം പറഞ്ഞാൽ പത്മഭൂഷൺ വരെ കിട്ടും. പിന്നെ ഇപ്പം ബ്ലഡിന് എല്ലാം കിട്ടും എന്ന് പറയുന്നത് മനസ്സിലായില്ല. പത്മഭൂഷൺ വരെ ബ്ലഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് അറിയില്ലേ? മനസ്സിലായില്ല? ഇനിയും മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ, ഞാൻ ചോദിച്ചതല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതാ എല്ലാത്തിനും കിട്ടും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതും കിട്ടുമെന്ന്. അതായത് ബ്ലഡ് റെഡ് കളറിലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതെനിക്കറിയാം. അപ്പൊ അത് എന്താ തീവ്രത കുറയുന്നില്ലേ? അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല. അവര് സെൻസറിങ് എടുക്കുന്ന സമയത്ത് അതൊന്നും ആയിരിക്കില്ല നോക്കുക, കളറിന്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആയിരിക്കും നോക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പൊ ഒരു ബ്ലഡ് വെട്ടുന്നുണ്ടെങ്കിലും ചോര തന്നെയല്ലേ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കളറിന്റെ ഇതൊന്നും അതിനകത്ത് വലിയ ബാധകമായിരിക്കില്ല. ഓക്കെ, അടുത്തത് ടിക്കി ടാക്ക. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇതിന്റെ ഇടയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പരിക്കായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. ഇപ്പം എന്തായാലും അതൊക്കെ മാറി ആളിനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഏപ്രിലാട്ടോ. അപ്പം കുറച്ച് ടൈം കൂടി ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഇനിയും സമയമുണ്ട്. ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഏപ്രിലാണ്. എന്താണെങ്കിലും വരട്ടെ. രോഹിത് VS ആണ് സിനിമയുടെ ഡയറക്ഷൻ. എന്തായാലും അതൊരു ആക്ഷൻ സിനിമയാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതെ, ആളുടെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, നല്ല മേക്ക് ഓവറിലാണ്. എന്തായാലും ആസിഫ് അലി തിരിച്ചു വരണം, അതാണ് നമ്മുടെ ആഗ്രഹം. തിരിച്ചു വരട്ടെ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.